അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 195. അന്നത്തെ ദിവസം മുഴുവൻ ജ്വാല അഗ്നിയിൽ നിന്നും ഒരു ഒളിച്ചു നടക്കൽ തന്നെയായിരുന്നു. എങ്ങാനും അവന്റെ മുന്നിൽ ചെന്നുപെട്ടാൽ ആരും കാണാതെ തനിക്ക് നേരെ നീളുന്ന പ്രണയം നിറഞ്ഞ നോട്ടത്തിൽ അവൾ ആകെ പൂത്തുലഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഉമ്മറത്ത് മീനുവിന്റെയും പൊന്നുവിന്റെയും പിള്ളേരുടെയും കൂടെ സംസാരിച്ചിരിക്കുമ്പോഴും ജ്വാലയിൽ തന്നെയായിരുന്നു അഗ്നിയുടെ നോട്ടം. ഒരു മാത്ര പോലും ആ കണ്ണുകൾ അവളിൽ നിന്ന് പറിച്ചു മാറ്റാൻ അവൻ ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷെ സാധാരണ കലപില കാണിച്ചു നടക്കുന്ന ജ്വാലയുടെ മാറ്റം അവിടെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അഗ്നി തലേന്ന് അവൾ വഴക്ക് പറഞ്ഞതിന്റെ ബാക്കിയായിരിക്കും ഈ മൗനമെന്ന് മാത്രമേ അവർ കരുതിയിരുന്നുള്ളൂ. അവർക്കിടയിലേക്ക് കയറി ആ പ്രശ്നം വലുതാക്കാൻ ആരും ആഗ്രഹിച്ചിരുന്നില്ല. അഗ്നി തന്നെ എല്ലാം സോൾവാക്കുമെന്ന് എല്ലാവർക്കും അറിയാം. കാരണം അവന് ജ്വാലയോട് ഒരിക്കലും പിണങ്ങാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഇന്ന് ക്ഷേത്രത്തിൽ മുതിർന്നവരുടെ നൃത്തനിത്യങ്ങളാണ്. അതിന് പോവാനായി റെഡിയാവാൻ പോവുകയാണ് എല്ലാവരും. പുറത്ത് മഴ തിമിർത്ത് പെയ്യുന്നുണ്ട്. ആ മഴ തോരുമ്പോഴേക്കും റെഡിയാവണം. എന്നാലേ അടുത്ത മഴയ്ക്ക് മുന്നേ ക്ഷേത്രത്തിലേക്ക് എത്താൻ പറ്റൂ. പൊന്നു മീനു എല്ലാം ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ എഴുന്നേറ്റ് അകത്തേക്ക് പോയിട്ടും ജ്വാല മാത്രം സിറ്റൗട്ടിലെ തിണ്ണയിൽ നിന്നും എഴുന്നേറ്റതേയില്ല. അഗ്നി അവളെ സംശയത്തോടെ നോക്കിയിരുന്നു. ഇതെന്താ ജ്വാല റെഡിയാവുന്നില്ലേ? നമുക്ക് പോവണ്ടേ? വനജ സ്നേഹത്തോടെ ചോദിച്ചു. ഞാനില്ലമ്മേ. പതിഞ്ഞ ശബ്ദത്തിൽ അവൾ പറയവേ തലേന്നത്തെ വേദന കൂടി ആ വാക്കുകളിൽ ഉണ്ടായിരുന്നു. അഗ്നിയുടെ മുഖം മങ്ങിപ്പോയി. അതെന്തേ മോളെ, നിനക്ക് ഇങ്ങനെയുള്ള പരിപാടികളെല്ലാം കാണാൻ വലിയ ഇഷ്ടാണല്ലോ? വസുന്ധര ചോദിച്ചു. ഞാനില്ല അച്ചമ്മേ, എന്തിനാ വെറുതെ, ഒന്നാമത് മഴയോ അല്ലേ? അവള് പറഞ്ഞുകൊണ്ട് പതിയെ തിണ്ണയിൽ നിന്ന് എഴുന്നേറ്റു. അഗ്നി പെട്ടെന്ന് അവളുടെ കൈയിൽ പിടിച്ചു. ജ്വാല അവനെ തിരിഞ്ഞു നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. പോയി റെഡിയാവ്, നമുക്ക് പോവാ, അഗ്നി പറഞ്ഞു. ഞാനില്ല. അവള് തല താഴ്ത്തി. അവനൊന്ന് നിശ്വസിച്ചു. ഞാനിന്നലെ ദേഷ്യപ്പെട്ടോണ്ടല്ലേ ഇപ്പൊ ഈ വാശി? അവനിൽ ഗൗരവം. എനിക്ക് ആരോടും വാശിയില്ല. ഞാൻ വന്നാലും ദേവേട്ടനൊന്നും ആസ്വദിച്ച് കാണാൻ പറ്റില്ല. ഞാനൊന്ന് അടുത്തുനിന്ന് മാറിയപ്പോലും പേടിയാവും. എനിക്കെന്താ ചെയ്യേണ്ടെന്ന് ഒരു രൂപം ഉണ്ടാവില്ല അവിടെ ചെന്നാല്. അവള് പറഞ്ഞു നിർത്തി. ഞാൻ ആസ്വദിച്ച് തന്നെ കണ്ടോളാ, നീ പോയി റെഡിയാവ്, അവൻ വീണ്ടും പറഞ്ഞു. ഇല്ല, ഞാൻ വരണില്ല, ദേവേട്ടൻ പൊക്കോ. അവള് മുഖം വീർപ്പിച്ചു. ഞാൻ എവിടെന്ന് പോകുന്നുണ്ടെങ്കിൽ നീയും ഉണ്ടാവും എൻ്റെ കൂടെ. ഇനി വരില്ലാന്ന് വാശിയാണെങ്കിൽ തൂക്കിയെടുത്ത് കൊണ്ടുപോകും ഞാൻ. എന്താ, വേണോ? അവന്റെ ശബ്ദത്തിൽ വല്ലാത്തൊരു കടുപ്പം. അവൾ അവനെ ഉറ്റുനോക്കി. അഗ്നി ചുറ്റുമൊന്ന് നോക്കി. എല്ലാവരും അവരെ തന്നെ നോക്കിയിരിക്കുകയാണ്. അത് കണ്ടതും അഗ്നി അവൾക്കടുത്തേക്ക് ഒന്ന് ചേർന്ന് വന്ന് അവളുടെ ചെവിക്കടുത്തേക്ക് മുഖം താഴ്ത്തി. ജ്വാല അവനെ സംശയത്തോടെ നോക്കി. ദേ പെണ്ണെ, വെറുതെ പിടിവാശി വേണ്ടാട്ടോ. മര്യാദയ്ക്ക് എൻ്റെ കൂടെ വന്നോ, ഇല്ലെങ്കിൽ ഞാൻ തന്നെ റൂമിലേക്ക് എടുത്തുകൊണ്ട് പോയി വേറെ ഡ്രസ്സ് ഇടിപ്പിച്ച് തരും. എന്നിട്ട് കൂടെ കൊണ്ടുപോവും. എന്താ, വേണോ? സ്വയം ചുണ്ടിൽ വിരലുകൊണ്ടൊന്ന് തഴുകി അവൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് അഗ്നി പറഞ്ഞു നിർത്തവേ അവന്റെ ഭാവവും സംസാരവും നോട്ടവും എല്ലാം കണ്ട് ആകെ വിയർത്ത് നിന്നുപോയി ജ്വാല. അഗ്നി അതെല്ലാം നന്നായി ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തേ, വേണോ? കുറുമ്പോടെ അവൻ വീണ്ടും അവളോട് ചോദിച്ചു. അവൾക്കടുത്തേക്ക് ഒന്നുകൂടി ചാഞ്ഞു വരികയും ചെയ്തു. ഞാൻ റെഡിയായിട്ട് വരാം, അഗ്നിയുടെ നെഞ്ചിൽ പിടിച്ച് പുറകിലേക്ക് തള്ളിക്കൊണ്ട് അവൾ പെട്ടെന്ന് പറഞ്ഞു. ഒപ്പം അവനെ നോക്കാതെ മുകളിലേക്ക് പായുകയും ചെയ്തു. അഗ്നി പൊട്ടിവന്ന ചിരിയൊതുക്കി പുറകിലേക്ക് തിരിഞ്ഞതും അവിടെ തന്നെ സൂക്ഷിച്ചു നോക്കുന്ന വ്യാസിനെ, അപ്പൂനെയും മനജയും ചിത്തൂനെയും മോഹനെയും വസുന്ധരയും എല്ലാം കണ്ട് അവന്റെ മുഖമിളിഞ്ഞു. എല്ലാവരെയും നോക്കിയൊന്ന് ചിരിച്ചു കൊടുത്തു അവൻ. ഏട്ടൻ എന്താ ഏട്ടത്തിയോട് പറഞ്ഞേ? അതുകൊണ്ടല്ലേ ഏട്ടത്തിപ്പോ അകത്തേക്ക് പാഞ്ഞ്? എന്തായിരുന്നു? അപ്പു അഗ്നിയെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. അഗ്നി അവനെ നോക്കി ചുണ്ടൊന്നു കോട്ടി. പറയാൻ സൗകര്യമില്ല, ഒഞ്ഞു പോടാ. ഒരു ലോഡ് പുച്ഛം വാരി വിതറി അഗ്നി. അത് കണ്ട് എല്ലാവരും ചിരിച്ചുപോയി. എന്തൊക്കെയോ നടക്കുന്നുണ്ട് ഇന്ന് രാവിലെ തൊട്ട് ഇവിടെ. ആ സാരല്ല, ഞാൻ കണ്ടുപിടിച്ചോളാം, അപ്പു ഒന്ന് ഊന്നിക്കൊണ്ട് പറഞ്ഞു. ഓ ആയിക്കോട്ടെ. അഗ്നിക്ക് അപ്പോഴും കൂസലൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ചുണ്ടിൽ മായാത്തൊരു ചിരിയുണ്ട്. എല്ലാവരും റെഡിയായി പുറത്തേക്ക് ഇറങ്ങി വന്നു. പക്ഷെ ജ്വാല ഇനി എത്തിയിട്ടില്ല. ഇടയ്ക്ക് അഗ്നി റൂമിലേക്ക് കയറി അവന്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ അവൾ ബാത്റൂമിലായിരുന്നു. ഇതുവരെ ഒരുങ്ങി കഴിഞ്ഞില്ലേ ആവോ? പൊന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അതേ നിമിഷം തന്നെ ജ്വാലയുടെ കൊലുസിന്റെ ശബ്ദം അവിടേക്ക് അടുത്തു വന്നു. അഗ്നി ആകാംക്ഷയോടെ അങ്ങോട്ട് തന്നെ നോക്കി നിന്നു. താഴേക്കുള്ള പടികൾ ഇറങ്ങി വരുന്ന ജ്വാലയെ കണ്ട് ഒരു വേള ശ്വാസമെടുക്കാൻ മറന്നതുപോലെ നിന്നുപോയി അഗ്നി. വൈൻ ആൻഡ് ലൈറ്റ് പിങ്ക് കളറിൽ വരുന്ന ഒരു ഹാഫ് സാരി ഭംഗിയിലുടുത്ത് അതിനനുസരിച്ച് അതിന് മാച്ചായ ഇയറിങ്ങും വളകളും മാലയുമെല്ലാം അണിഞ്ഞുകൊണ്ട് അത്രയും സുന്ദരിയായി അഗ്നിക്കടുത്തേക്ക് നടന്നു വരുന്ന ജ്വാല. അവളുടെ ഭംഗിയിൽ ഒതുക്കി വെച്ച തലമുടിയിൽ ഭംഗി ഒന്നുകൂടി കൂട്ടാൻ എന്നതുപോലെ മുല്ലപ്പൂ കൂടി ചൂടിയിട്ടുണ്ട്. അരയിൽ ഒരു കുഞ്ഞരപ്പട്ടയും കാണുന്നുണ്ട്. അതവളുടെ ഭംഗിയും ശരീരവടിവും ഒന്നുകൂടി എടുത്ത് കാണിക്കുന്നത് പോലെ. ഉഫ്! അഗ്നി സ്വയം നിയന്ത്രണം വിട്ടതുപോലെ പറഞ്ഞുപോയി. ജ്വാല അഗ്നിയെ മുഖമുയർത്തി നോക്കി. തന്നിൽ തന്നെ പതിഞ്ഞു നിൽക്കുന്ന ആ പൂച്ചക്കണ്ണുകളുടെ നോട്ടം താങ്ങാൻ കഴിയാതെ അവള് പതിയെ അവന് തൊട്ടുമുന്നിൽ വന്നു നിന്നു, കൈകൾ പരസ്പരം കോർത്തു പിടിച്ചുകൊണ്ട്. ഏട്ടാ!
അഗ്നി ജ്വാലയെ കണ്ണിമയ്ക്കാതെ നോക്കി നിൽക്കുന്നത് കണ്ട് അപ്പു പതിയെ അവന്റെ തോളിലൊന്ന് തട്ടിക്കൊണ്ട് വിളിച്ചു. അഗ്നി ഞെട്ടി. ചുറ്റും എല്ലാവരും തങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന ബോധം അവൻ അപ്പോഴാണ് വന്നത്. അതോർക്കവേ തെല്ലും ചാളിത തോന്നിയെങ്കിലും അതിനെ മറച്ചു വെച്ചുകൊണ്ട് അവൻ കപട ഗൗരവത്തിൽ എല്ലാവരെയും നോക്കി. പക്ഷെ അതുപോലൊരു നോട്ടം ജ്വാലയെ നോക്കാനാവുന്നില്ല. അവളോടുള്ള പ്രണയം ശരീരമാകെ പടരുന്നത് പോലെ. അത്രമേൽ പ്രണയത്തോടെ മാത്രമേ അവളെ നോക്കാൻ കഴിയൂ. ശരീരം എങ്ങനെ കെട്ടുപൊട്ടിയ പട്ടം പോലെ പാറി നടക്കുക. എടി ഏട്ടത്തി, നീ സുന്ദരിയായിട്ടുണ്ടല്ലോ. അപ്പുവിന്റെ വക കമന്റ് എത്തി. ജ്വാല അവനെ നോക്കി ഒന്ന് ചിരിച്ചു കൊടുത്തു. നേരാ, നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ എവിടെ നടി? പൊന്നു കണ്ണു വിടർത്തിക്കൊണ്ട് ജ്വാലയുടെ അരപ്പട്ടയിൽ തൊട്ടുനോക്കി. ഇത് അച്ചമ്മ തന്നതാ രാവിലെ. ജ്വാല പറഞ്ഞതും എല്ലാവരുടെയും നോട്ടം വസുന്ധരയിലേക്ക് പോയി. പണ്ടത്തെ ആഭരണങ്ങളുടെ കൂട്ടത്തിലുള്ളതാ. മക്കൾക്കും മരുമക്കൾക്കും എല്ലാം കൊടുത്ത് കൈമാറി വന്ന ആഭരണം. അതിന് എന്റെ കൊച്ചുമകന്റെ പെണ്ണിനുള്ളതാ. വസുന്ധര പുഞ്ചിരിയോടെ ജ്വാലയെ ചേർത്ത് പിടിച്ചു. എല്ലാവരുടെയും മുഖത്ത് ചിരിയുണ്ട്. അപ്പൊ എനിക്കില്ലേ? മീനു പുരികമുയർത്തി. ആഭരണങ്ങൾ ഒരുപാട് ഇരിപ്പുണ്ട് എന്റെ പെട്ടിയില്. നീ ഇങ്ങനെ ധൃതി കൂട്ടല്ലേ മീനു. സമയാകുമ്പോ നിനക്കും പൊന്നൂനും ഒക്കെ തരും. ഇപ്പൊ തന്നെ 2 മാലയും വളയൊക്കെ കൊടുത്തതാ ഞാൻ ഇവൾക്ക്. പക്ഷെ ജ്വാലയ്ക്കിപ്പോ അതൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടാ. വസുന്ധര മുഖം വീർപ്പിച്ചു. എനിക്കെന്തിനാ അച്ഛമ്മ അതൊക്കെ? അല്ലെങ്കിൽ തന്നെ ഒരുപാട് ആഭരണങ്ങൾ ദേവേട്ടൻ വാങ്ങി തന്നിട്ടുണ്ട്. അവൾ അവരെ മുഷിപ്പിക്കാതെ തന്നെ പറഞ്ഞു. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനൊക്കെ ഇനി നീ കൂടി അവകാശി. നിന്റെ അമ്മ വീട്ടിലേക്കൊന്ന് വന്നു നോക്ക്. അവിടെയുണ്ട് നിനക്ക് വേണ്ടി അമ്മമ്മ എടുത്തു വെച്ചതൊക്കെ. മിനി കൂടി അവരുടെ കാര്യം പറഞ്ഞതും ജ്വാല അവരെ മിഴിച്ചു നോക്കുന്നുണ്ട്. ഇവർക്കൊക്കെ പണ്ട് സ്വർണ്ണ കച്ചവടമായിരുന്നോ പണി? ആണെങ്കിൽ കുറച്ചിങ്ങോട്ട് തരാൻ പറഞ്ഞാലോ വ്യാസേട്ടാ? അപ്പു കുറുമ്പോടെ വ്യാസനോട് ചോദിച്ചു. ആ ചോദിക്ക്, എന്നിട്ട് അവരുടെ വായിലുള്ളത് കേക്ക്. വ്യാസ് അപ്പുനെ കളിയാക്കി. എന്നാ വേണ്ടല്ലേ? അപ്പു ഇളിച്ചുകൊണ്ട് പറഞ്ഞതും വ്യാസനും ചിരി വന്നു പോയി. ജ്വാല ഇന്നിട്ടിട്ടുള്ള ഹാഫ് സാരി ഇവിടേക്ക് വന്ന ശേഷം അഗ്നി വാങ്ങിക്കൊടുത്തതാണ്. അവൾ ആദ്യമായി അത് ഇട്ടതുകൊണ്ടുള്ള ഒരു സന്തോഷവും അതുകൊണ്ട് തന്നെ അഗ്നിയുടെ മുഖത്തുണ്ട്. പക്ഷെ പെണ്ണിതുവരെ അഗ്നി ഒന്ന് നേരെ നോക്കിയിട്ടില്ല. അറിയാം അവൾക്ക് ആ കണ്ണുകൾ തന്നിൽ തന്നെ ആവൂന്ന്. അതുകൊണ്ട് തന്നെ വല്ലാതെ നോക്കാൻ പോയില്ല. അല്ല, മഴ തോർന്നില്ലല്ലോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? ശ്രീജ മുറ്റത്ത് പെയ്യുന്ന മഴയിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇനിയിപ്പോ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല ശ്രീജെ, നമുക്ക് ഇറങ്ങാം. കാറിലല്ലേ? ഇപ്പൊ തന്നെ 7 മണി കഴിഞ്ഞു. ഇനി ലേറ്റായ പരിപാടി കഴിയും. മനു അവന്റെ അഭിപ്രായം പറഞ്ഞു. അതിന് പ്രോഗ്രാം തുടങ്ങിയിട്ടില്ല. ഇനിയും മഴ കാരണം കുറച്ച് ലേറ്റാവും. ഞാൻ വിളിച്ചു നോക്കിയിരുന്നു. മോഹൻ പെട്ടെന്ന് പറഞ്ഞു. ആണോ? എന്നാ മഴ പോട്ടെയല്ലേ? രേഖ അവരുടെ അഭിപ്രായം ചോദിച്ചു. അതെ, അങ്ങനെ മതി. അല്ലെങ്കിൽ എത്രയൊക്കെ നനയില്ലാന്ന് പറഞ്ഞാലും തല നനയും. എന്തിനാ വെറുതെ? മായ കൂടി പറഞ്ഞതും അങ്ങനെ തന്നെ ആവട്ടെ എന്ന പോലെ എല്ലാവരും ഉമ്മറത്തെ തിണ്ണയിൽ ഇരിപ്പുറപ്പിച്ചു. അരമണിക്കൂർ കൂടി മുന്നോട്ട് പോയിട്ടും മഴ ശമിക്കുന്നത് കാണാനില്ല. കണ്ണാ, ഇനിയിപ്പോ മഴയെ നോക്കി നിൽക്കണ്ട. പിള്ളേരെയും കൊണ്ട് പോവാൻ നോക്കിയേ. അല്ലെങ്കിൽ എല്ലാവരും ഒരുങ്ങി വന്നത് വെറുതെ ആവും. മിനി മഴയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. പക്ഷെ അഗ്നി ഒന്നും കേട്ടിരുന്നില്ല. അവന്റെ മനസ്സിൽ മറ്റു പല ചിന്തകളും ആയിരുന്നു. ഒരുപാട് മാസങ്ങളായിട്ട് മനസ്സിലുള്ളൊരാഗ്രഹം. ഇന്നും ആഗ്രഹം മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. ഇന്ന് ഇപ്പോൾ ഈ നിമിഷം ആ ആഗ്രഹം നടത്താനാണ് അവന്റെ മനസ്സ് പറയുന്നത്. ജ്വാലയെ നോക്കിയിരിക്കുന്ന അവന്റെ മനസ്സ് ആ ആഗ്രഹത്തിൽ തന്നെ കുടുങ്ങിക്കിടന്നു. വ്യാസും മനു, ഋഷി, അപ്പു, മോഹനും സുരേഷും മധു എല്ലാം നല്ല സംസാരത്തിലാണ്. പെണ്ണുങ്ങളും ഇതൊക്കെ തന്നെ. പക്ഷെ ജ്വാല പൊന്നുവിന്റെ തോളിലേക്ക് ചാഞ്ഞിരിക്കുകയാണ്. അഗ്നിയും തൂണിലേക്ക് ചാരിയിരിപ്പാണ്. നോട്ടം ജ്വാലയിലും. ആൺപിള്ളേരെല്ലാം അഗ്നിയെ നോക്കിയപ്പോഴാണ് അവന്റെ ഊറ്റിൽ കാണുന്നത്. ഋഷിക്ക് ചിരിയാണ് വന്നത്. അളിയനിത് എന്തു പറ്റി അപ്പു? രാവിലെ തൊട്ട് തുടങ്ങിയതാണല്ലോ ഈ വായ്നോട്ടം. സ്വന്തം ഭാര്യയാണെങ്കിലും ഇങ്ങനെയുണ്ട് ഒരു നോട്ടം? ഒരാക്കലോടെ ഋഷി ചോദിച്ചു. വ്യാസും മനു അപ്പു ഒരുപോലെ ചിരിച്ചു. ഏട്ടോ? അപ്പു പെട്ടെന്ന് അഗ്നിയെ തട്ടി വിളിച്ചു. ഏതോ ലോകത്തിലായിരുന്ന അവൻ അപ്പുവിനെ നോക്കി. എന്താ ഏട്ടാ, കുറെ നേരമായാലും അവളെ നോക്കിയിരിക്കുന്നു. എന്താണ്? അപ്പുവിലൊരു കളിയാക്കൽ. അഗ്നി അവനെ കൂർപ്പിച്ചൊന്നു നോക്കി. ഒന്നുമില്ല, ചെറിയൊരാഗ്രഹം. കള്ളച്ചിരിയോടെ അഗ്നി പറഞ്ഞു. ആഗ്രഹോ? എന്താണാവോ? മനു ചോദിച്ചു. അത് ജ്വാല ഭരതനാട്യം പഠിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിരുന്നില്ലേ? അവൻ ചോദിച്ചതും എല്ലാവരും ഉണ്ടെന്ന് തലയാട്ടി. പക്ഷേ ഞാനിതുവരെ അവള് കളിക്കുന്ന കണ്ടിട്ടില്ല. ഒന്ന് കളിക്കാൻ പറഞ്ഞാലോ എന്ന് ആലോചിക്കുകയായിരുന്നു. ഏതായാലും മഴയായതുകൊണ്ട് നമ്മളിപ്പോ പോകുന്നില്ലല്ലോ. തിളങ്ങുന്ന പൂച്ചക്കണ്ണുകൾ വല്ലാതെ വിടർത്തി അഗ്നി പറയവേ അപ്പു അപ്പോഴാണ് അങ്ങനൊരു കാര്യം ഓർത്തതെന്ന് തോന്നുന്നു. അവനും കണ്ണൊക്കെ വിടർത്തി ഇരിപ്പുണ്ട്. ഏട്ടനിപ്പോ അവളുടെ ഡാൻസ് കാണണോ? അപ്പു ചോദിച്ചു. ആഗ്രഹമുണ്ട്, അവൾ ഓക്കെ ആണെങ്കിൽ. അവന്റെ ശബ്ദം മൃദുവായി. ആണോ? എന്നതാ ഇപ്പൊ ശരിയാക്കി തരാം. പറയുന്നതോടൊപ്പം അപ്പു വസുന്ധരയുടെയും മിനിയുടെയും ഇടയിൽ പോയിരുന്നു. അഗ്നി ഇവനിത് എന്ത് ചെയ്യാൻ പോവുകയാണെന്ന പോലെ അവനെ നോക്കി. അപ്പു വസുന്ധരയോടും മിനിയോടും പതിയെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അവരുടെ മുഖം പൂനില ഉദിച്ചതുപോലെ വിടർന്നിരിക്കുന്നു. അത് കണ്ട് അഗ്നിയുടെ ചുടികളും വിടർന്നു പോയി. അല്ല കുട്ടിയോളെ, ഞങ്ങൾ രണ്ടാളും എന്തായാലും പരിപാടി കാണാനൊന്നും വരണില്ലാലോ. അപ്പോ ഞങ്ങൾക്കൊരാഗ്രഹം. മിനി തന്നെ സംസാരത്തിന് തുടക്കമിട്ടു. എല്ലാവരും എന്താ എന്ന പോലെ അവരെ നോക്കി. ജ്വാലയും
അത് ജ്വാലമോള് ഡാൻസ് പഠിക്കണ്ടെന്നല്ലേ നിങ്ങളെല്ലാം പറഞ്ഞേ? എന്നിട്ട് ഞങ്ങൾ ഇതുവരെ അതൊന്നും കണ്ടിട്ടില്ലാലോ. ഒന്ന് കളിക്കിന്റെ മോളെ, ഞങ്ങളൊന്ന് കാണട്ടെ എന്റെ കുട്ടി കളിക്കണേ. വസുന്ധര അത്രയും ആഗ്രഹത്തോടെ പറഞ്ഞു. പക്ഷേ അവര് പറയുന്നത് കേട്ട ജ്വാല ഞെട്ടി. അവളുടെ കണ്ണുകൾ മിഴിഞ്ഞുപോയി. അവള് പെട്ടെന്ന് തിണ്ണയിൽ നിന്നും പിടഞ്ഞെഴുന്നേറ്റു. യോ, ഞാനോ? അവളിൽ വെപ്രാളം. അതിനെന്താ, അവരുടെ ആഗ്രഹല്ലേ മോളെ. മാത്രല്ല മോള് ഡാൻസ് പഠിക്കണ്ടെന്നല്ലാതെ ഞങ്ങൾ ഇതുവരെ മോള് കളിക്കണേ കണ്ടിട്ടില്ലാലോ. അതുകൊണ്ട് ഒന്ന് കളിക്ക്, ഞങ്ങൾക്കും കാണാലോ. ചിത്തുവും പറഞ്ഞു. എല്ലാവരും അത് ഏറ്റുപിടിച്ചു. ജ്വാല വല്ലായ്മയോടെ പൊന്നൂനെ നോക്കി. കളിക്കടി. പൊന്നു അവൾക്ക് ധൈര്യം പകർന്നു. അത് ഞാൻ. ജ്വാലയിൽ ആകെ ഒരു വല്ലായ്മ. എന്തേ മോളെ? അവളുടെ മുഖം കണ്ട് മായ ചോദിച്ചു. അത് ഞാനിപ്പോ. അവൾക്ക് എന്തു പറയണമെന്ന് അറിയാതെയായി. നോട്ടം അഗ്നിയിലേക്ക് പോയി. കണ്ണുകൾ തമ്മിലടഞ്ഞു. എനിക്കും ആഗ്രഹമുണ്ട് കുഞ്ഞാ നീ ഡാൻസ് ചെയ്യുന്ന കാണാൻ. നീ ഓക്കെ ആണെങ്കിൽ ചെയ്യ്, അല്ലെങ്കിൽ വേണ്ട. ഒരു പുഞ്ചിരിയോടെ അഗ്നി പറഞ്ഞു. പക്ഷെ അവന്റെ ശബ്ദത്തിൽ പോലും നിറഞ്ഞ ആഗ്രഹം ജ്വാലയ്ക്കല്ലാതെ ആർക്ക് മനസ്സിലാവും? അവൾ അവനെ തന്നെ ഉറ്റുനോക്കി പതിയെ തലയാട്ടി. ഞാനിപ്പോ വരാം. അതും പറഞ്ഞുകൊണ്ട് അവൾ അകത്തേക്ക് കയറിപ്പോയി. എല്ലാവരും അവൾ പോയ വഴിയെ സംശയത്തോടെ നോക്കി. മിനിറ്റുകൾക്കുള്ളിൽ അരികിലേക്ക് നടന്നു വരുന്ന ജ്വാലയുടെ കാലുകളിലെ ചിലങ്കയുടെ ശബ്ദം അവിടെ മുഴങ്ങി. അപ്പോഴേക്കും മഴ നിന്നിരുന്നു. എല്ലാവരും ആകാംക്ഷയോടെ അവളെ നോക്കി. ജ്വാല ദുപ്പട്ടയും പാവാടയും ചെറുതായി ഇടുപ്പിലായി കുത്തിക്കൊണ്ട് ഉമ്മറത്തേക്ക് ഇറങ്ങി വന്നു. അവളുടെ ഭംഗിയുള്ള കാലുകളിൽ അഗ്നി വാങ്ങിക്കൊടുത്ത ചിലങ്കയാണ്. അഗ്നി അവളെ തന്നെ ഉറ്റുനോക്കി. ജ്വാല എല്ലാവരെയും നോക്കിയൊന്ന് ചിരിച്ചുകൊണ്ട് കയ്യിലെ ഫോണിൽ ഒരു പാട്ട് പ്ലേ ചെയ്തു. ആ ഫോൺ പൊന്നൂന്റെ കയ്യിലേക്ക് കൊടുത്തു. എല്ലാവർക്കും നടുക്കായി അവൾ വന്നു നിന്നു. അഗ്നിയുടെ കണ്ണിൽ അവന്റെ കുഞ്ഞൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഘനശ്യാമ വൃന്ദാരണ്യം എന്ന സോങ്ങാണ് ഫോണിൽ പ്ലേ ആവുന്നത്. എല്ലാവരും അത്ര ആകാംക്ഷ നിറച്ച് ജ്വാലയെ നോക്കിയിരുന്നു. പാട്ട് തുടങ്ങിയതും ജ്വാല പതിയെ നൃത്തം ചെയ്യാൻ തുടങ്ങി. അഗ്നി ശ്വാസം പോലും എടുക്കാൻ മറന്ന് അവളെ നോക്കി ഇരുന്നു പോയി. അത്രയും നന്നായി ജ്വാല കളിക്കുന്നുണ്ട്. അവളുടെ മെയ്യൊഴക്കം കണ്ട് അത്ഭുതത്തോടെ അവളെ നോക്കി ഇരിക്കുന്ന കണ്ണുകൾ. അഗ്നി എപ്പോഴോ തിണ്ണയിൽ നിന്ന് എഴുന്നേറ്റ് പോയി. ജ്വാല പാടുകയും ചെയ്യുന്നുണ്ട്. അവളുടെ ഉടൽ സ്വയം മറന്ന് കളിക്കുന്നുണ്ട്. അഗ്നിയുടെ കണ്ണുകൾ ഇമ വെട്ടാൻ മറന്നുപോയി. ശ്വാസം പോലും പുറത്തേക്ക് വിടാതെ അത്രയും അവളിൽ കണ്ണുകൾ പതിപ്പിച്ച് നിന്നു അവൻ. ഇന്നോളം അവൾ കളിക്കാന്ന് പറയുന്നതല്ലാതെ അഗ്നിക്ക് ഡാൻസ് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടില്ല. നൃത്തത്തിൽ മുഴുകിയവൾ വിയർത്തൊഴുകുന്നുണ്ട്, കിതയ്ക്കുന്നുണ്ട്. ആ സോങ് അവസാനിക്കുന്നതിനോടൊപ്പം ഒരു കിതപ്പോടെ ജ്വാല തൂണിലേക്ക് ചാരി നിന്ന് കണ്ണുകൾ അടച്ചു. ചുറ്റും കൂടി നിന്നവരുടെ കയ്യടി ശബ്ദമാണ് അവളുടെ കണ്ണുകൾ വീണ്ടും തുറപ്പിച്ചത്. ജ്വാല കണ്ണുകൾ വെട്ടി തുറന്നു. പക്ഷെ അവളുടെ നോട്ടം ആദ്യം പോയത് തന്നെ ഉറ്റുനോക്കുന്ന അഗ്നിയിലേക്കാണ്. ജ്വാലയും അവനിൽ തന്നെ കുടുങ്ങിപ്പോയി. വീണ്ടും കയ്യടിയുടെ ശബ്ദം ഉയരവേ അവൾ പിടപ്പോടെ അഗ്നിയിൽ നിന്നും നോട്ടം മാറ്റി. എല്ലാവരും തിണ്ണയിൽ നിന്ന് എഴുന്നേറ്റിട്ടുണ്ട്. വസുന്ധരയും മിനിയും അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ചുംബിച്ചു. അസലായിരിക്കണം മോളെ. ഇത്രയും നന്നായിട്ട് എന്റെ കുട്ടി കളിക്കൂന്ന് അറിഞ്ഞില്ലല്ലോ ഞാൻ. അറിഞ്ഞിരുന്നെങ്കിൽ ഇന്നത്തെ പ്രോഗ്രാമിന് മോളുടെ പേരൂടി കൊടുക്കായിരുന്നു അല്ലേ മിനി? വസുന്ധര മിനിയോട് ചോദിച്ചു. അതെ, ശരിയാ വസു പറഞ്ഞേ. അവരിലും അത്ഭുതത്തോടെയുള്ളൊരു സന്തോഷം. ജ്വാല പുഞ്ചിരിച്ചു. ചിത്തു കണ്ണു നിറച്ച് അവളുടെ കവിളി ചുംബിച്ചു. നന്നായിട്ടുണ്ട് മോളെ. അവരും പറഞ്ഞു. ഇത് ഫോണിൽ കണ്ടുപഠിച്ചതാ. ജ്വാല പറയേ ആണോ എന്ന് അത്ഭുതപ്പെട്ടു പോയി ചിത്തു. അല്ലെങ്കിലും ഉള്ളില് കഴിവുള്ള കുട്ടിയാ. ഓരോരുത്തരും അവളെ പ്രശംസിച്ചു. പക്ഷെ അഗ്നി മാത്രം ഒന്നും മിണ്ടിയില്ല. അതിന്റെ നേരിയൊരു പരിഭവം ജ്വാലയിൽ വന്നു മൂടി. അല്ലെങ്കിൽ അമ്മയുടെ കഴിവ് കാണാതിരിക്കില്ലല്ലോ. ഇവളുടെ അമ്മ നന്നായിട്ട് ഡാൻസ് ചെയ്യായിരുന്നു. പൊന്നു ജ്വാലയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ജ്വാലയിലും വല്ലാത്തൊരു ആനന്ദം നിറഞ്ഞു. എടി ഏട്ടത്തി, നീ സൂപ്പർ ആട്ടോ. അപ്പു ജ്വാലയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ജ്വാല ചിരിച്ചു. അങ്ങനെ എല്ലാവരും അവളെ അഭിനന്ദിച്ചിട്ടും അഗ്നിക്ക് മാത്രം ഒരു കുലുക്കോ ഇല്ല. അപ്പു അവനെ ഒന്ന് നോക്കി. സ്റ്റാച്ചു ആയതുപോലെ അങ്ങനെ നിൽക്കുന്നുണ്ട്. വ്യാസേട്ടാ, ഏട്ടന്റെ കിളി പോയിന്ന് തോന്നണു ജ്വാലയുടെ ഡാൻസ് കണ്ടിട്ട്. കുറുമ്പോടെ അപ്പു പറഞ്ഞു. പിന്നെ അവൾ അത്രയും നന്നായിട്ട് കളിച്ചതല്ലേ, എന്ത് രസമായിരുന്നു. വ്യാസന് അപ്പോഴും ആ പെണ്ണ് ഒരു അത്ഭുതമായിരുന്നു. അതെ, മഴ പോയിട്ടോ. എല്ലാരും പോവാൻ നോക്കിയേ. അടുത്ത മഴയ്ക്ക് മുന്നേ അങ്ങോട്ട് എത്തണം. ഇപ്പൊ തന്നെ ആകെ ഇരുട്ടി. മധു പറഞ്ഞു. അത് കേട്ടതും എല്ലാവരും വേഗം പുറത്തേക്ക് നടന്നു. അഗ്നി തന്നോടൊന്നും പറയാത്തതിലുള്ള പരിഭവത്തിൽ നിൽക്കുമ്പോഴും അവന്റെ നോട്ടം താങ്ങാൻ കഴിയാതെ വിറയ്ക്കുന്ന കാലടിയോടെ ജ്വാലയും മുന്നോട്ട് നടന്നു. അഗ്നി പെട്ടെന്ന് അവളുടെ കയ്യിൽ കയറി പിടിച്ചു. പിടച്ചിലോടെ അവനെ തിരിഞ്ഞു നോക്കി ജ്വാല. ആ കണ്ണിൽ വല്ലാത്തൊരു തിളക്കം, മോഹം. ജ്വാലയുടെ നെഞ്ചിടിപ്പുയർന്നു. ശരീരത്തിലെ വിയർപ്പ് ഒന്നുകൂടി കൂടി. പൊന്നു ഇരുവരെയും തിരിഞ്ഞു നോക്കി. എന്താ അഗ്നിയേട്ടാ, നിങ്ങൾ വരുന്നില്ലേ? ജ്വാലയുടെ കയ്യിൽ പിടിച്ചു നിർത്തിയ അഗ്നിയോട് പൊന്നു ചോദിച്ചു. നിങ്ങൾ പൊക്കോ, ഞങ്ങള് വന്നോളാം. അഗ്നി പറഞ്ഞു. പക്ഷെ നോക്കുന്നത് ജ്വാലയാണ്. അവളുടെ കണ്ണുകൾ പിടച്ചു. അപ്പവും വ്യാസും മോഹനും ചിത്തു അഗ്നിയെ സംശയത്തോടെ നോക്കി. പെട്ടെന്ന് തന്നെ അവരിൽ ഒരു ചിരി വിരിഞ്ഞു. അവര് വന്നോളും, നീ വാ പൊന്നു. അപ്പു പൊന്നൂനോട് പറഞ്ഞു. വേഗം വന്നേക്കിടി. പൊന്നു ജ്വാലയോട് പറഞ്ഞു. പക്ഷെ തലയാട്ടൻ പോലും മറന്നുപോയവൾ. അഗ്നിയുടെ കൈകളുടെ ചൂട് അത്രത്തോളം അവളെ പൊള്ളിക്കുന്നുണ്ട്. എല്ലാവരും കാറുകളിലേക്ക് കയറി. ആ കാറുകൾ അവിടെ നിന്ന് നീങ്ങിയിട്ടും ജ്വാലയും അഗ്നിയും അനങ്ങിയതേയില്ല.
അടുത്ത മഴ വരുന്നതിന് മുന്നേ പോവാൻ നോക്കൂ കുട്ടികളെ. മിനി വാ, നമുക്ക് അകത്തേക്ക് പോവാ. അഗ്നിയോടും ജ്വാലയോടായിട്ട് പറഞ്ഞുകൊണ്ട് മിനിയെയും വിളിച്ച് വസുന്ധര റൂമിലേക്ക് പോയി. ഇപ്പോൾ ഉമ്മറത്ത് അഗ്നിയും ജ്വാലയും മാത്രമേ ഉള്ളൂ. ജ്വാല അഗ്നിയെ നോക്കാതെ മുറ്റത്തേക്ക് നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് അവളുടെ പുറത്തേക്ക് അഗ്നിയുടെ ശരീരം ചേർന്നു. ശ്വാസം നിന്നുപോയ നിമിഷം പോലെ ജ്വാലയൊന്ന് പിടഞ്ഞു. കുഞ്ഞാ, അത്രമേൽ ആർദ്രമായ സ്വരം. നമുക്ക് നമുക്ക് പോവാ ദേവേട്ട, അവൾ വിക്കിക്കൊണ്ട് പറഞ്ഞു. അഗ്നി അവളുടെ കയ്യിൽ നിന്ന് പിടിവിട്ടു. പക്ഷെ പെട്ടെന്ന് തന്നെ ആ കൈകൾ അവളെ പുറകീന്ന് പുണർന്നു. ദേവേട്ട, അവള് വിളിച്ചു. അവനൊന്ന് മൂളി. നമുക്ക് പോവാ. പോവാ, പക്ഷേ ക്ഷേത്രത്തിലേക്കല്ല, അവൻ പറഞ്ഞു. ഒപ്പം അവളെ തിരിച്ചു നിർത്തി. ജ്വാല അവനെ സംശയത്തോടെ നോക്കി. വേറൊരിടത്തേക്ക് പോവാ കുഞ്ഞ. ഇതുവരെ കാണാത്ത, അറിയാത്ത, അനുഭവിക്കാത്ത പലതും അറിയാൻ മറ്റൊരു ലോകത്തേക്ക്. അഗ്നിയുടെ ശബ്ദം ഇതുവരെ ഉള്ളതിൽ നിന്നും വല്ലാതെ മാറിയതുപോലെ. ആ കണ്ണുകൾ ചുവന്നിരിക്കുന്നു. ജ്വാല ഉമിനീർ വിഴുങ്ങി. ദേവേട്ട, അവള് വിളിച്ചു. വേറെ എവിടെയും പോണ്ട. നിന്നെന്ന് എവിടെയും വിടില്ല ഞാൻ. പറയുന്നതിനോടൊപ്പം അഗ്നി അവൾ ഇരു കൈയിലുമായി കോരിയെടുത്തു കഴിഞ്ഞിരുന്നു. അവൾ ഏങ്ങലോടെ അവന്റെ കഴുത്തിലൂടെ കൈയിട്ടു. അവളുടെ കാലിലെ ചിലങ്കയുടെ താളം മുറുകി. അഗ്നി അവളുടെ കണ്ണിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് പതിയെ അവളുമായി അകത്തേക്ക് നടന്നു. ജ്വാലയുടെ നെഞ്ചിടിപ്പ് ക്രമാതീതമായി ഉയർന്നു. അതുപോലെ ഉയർന്നുപോയ അഗ്നിയുടെ നെഞ്ചിടിപ്പ് അവളും കേൾക്കുന്നുണ്ടായിരുന്നു. അവളെ ശ്രദ്ധയോടെ എടുത്ത് സ്റ്റെപ്പ് കയറുമ്പോഴും എല്ലാ അർത്ഥത്തിലും അവളെ തൻ്റേതാക്കാനുള്ള തീരുമാനത്തിലായിരുന്നു അഗ്നി. ഇനിയൊരു കാത്തിരിപ്പില്ലാതെ. തുടരും.